ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 അവസാന ഞായറാഴ്ചയായിരുന്നല്ലോ ഇന്നലെ. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ഥലം വരെ പോയിട്ടോ. സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ടേ എപ്പോഴും പോകാൻ കൊതിക്കുന്ന ഒരു സ്ഥലം. ചെന്ന് കയറിയപ്പോൾ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ആട്ടോ കണ്ടത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ തന്നെ സ്ഥലം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതൊരു മാർക്കറ്റാണ്, നമ്മുടെ ദുബായിലെ ഫേമസ് ആയിട്ടുള്ള വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു മോളൊക്കെ പോലെ തോന്നുമെങ്കിലും സത്യത്തിൽ മാളല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു മാർക്കറ്റാണ്. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫിഷും മീറ്റും എല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റ്. പിന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് പൊതുവെ ഇങ്ങനെയൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കളഞ്ഞു. മാർക്കറ്റ് എന്ന് പറയുമെങ്കിലും എനിക്ക് സത്യം പറഞ്ഞത് ഒരു മാർക്കറ്റായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം ഡ്രസ്സും ആക്സറീസും അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം ശരിക്കും ഒരു മാള് തന്നെയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഒരു സൈഡിൽ നോക്കിയപ്പോൾ തേൻ വിൽക്കാൻ വെച്ചിരിക്കുന്നു കേട്ടോ. പല പല ഫ്ലേവറിലുള്ള തേനുകൾ, ചിലതിൽ കുങ്കുമപ്പ് വരെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഭാഗത്തേക്ക് എത്തി. പൊതുവെ മീൻ കൊതിച്ചായി എനിക്ക് മീൻ കാണലാണ് പ്രധാന ലക്ഷ്യം കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ തൊട്ട് മനസ്സിൽ വിചാരിക്കണതാണ് ഇവിടെ ഒന്ന് പോകണമെന്ന്. അങ്ങനെ ആദ്യം തന്നെ കണ്ടത് ചെമ്മീനാട്ടോ. പിന്നെ നമ്മളുടെ ശേരിമീൻ. ഇതിലെല്ലാ മീനിൻ്റെ ഒന്നും പേര് നമുക്കറിയത്തില്ല, പക്ഷെ ചില മീനുകളൊക്കെ കണ്ടു പരിചയമുണ്ട്. നോക്കിയപ്പോഴാണ് നമ്മളുടെ ഈ ഒരു സ്ഥലം എങ്ങനെയുണ്ടെന്ന് മനസ്സിലായത്. ഇത് കണ്ടോ, ഇതെല്ലാം ഓരോ ഷോപ്പുകളാണ്. ഒരു അടിപൊളി മീൻ കണ്ടു കേട്ടോ, മഞ്ഞ വാലക്കുള്ള. ആശുക്കുട്ടൻ ഇങ്ങനെ മീൻ പോയി തൊട്ട് നോക്കുന്നുണ്ട്, പിന്നെ അവൻ കൈ മണക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മരിയേട്ടൻ മീനിൻ്റെ ഒക്കെ വില ചോദിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ മീൻ മേടിക്കണം എന്ന് വലിയ പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് വന്ന് കാണുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അവിടെ ചെന്ന് മീനൊക്കെ കാണുമ്പോഴേ നമ്മൾ അറിയാതെ അങ്ങ് മേടിച്ച് പോകും. എന്തൊക്കെയോ മീനുകൾ, പേരറിയാത്ത മീനുകൾ, പല സൈസിലുള്ള മീനുകൾ. ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഇവിടുത്തെ വൃത്തി തന്നെയാണ്. എന്ത് നീറ്റാണ് നോക്കിയല്ലേ. എല്ലാവരും ഇത് പാലിക്കുന്നുണ്ട്. മാത്രമല്ല അപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുമ്പോൾ നല്ല രസം തോന്നും. നല്ല കൂന്തലിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഇതാണോ ഇനി കല്ലുമ്മക്കായ? നമുക്ക് കല്ലുമ്മക്കായ കണ്ട് വലിയ പരിചയമില്ല കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ കല്ലുമ്മക്കായ അത്ര സുലഭമല്ല, പറഞ്ഞു കേട്ട് മാത്രമുള്ളൊരു ഫുഡാണ്. പിന്നെ അതിൻ്റെ അടുത്ത് കുറേ കക്കയും ചിപ്പിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഹരിയേട്ടൻ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇത്രയും വലിയ മീനുകളുടെ കൂട്ടത്തിൽ നമ്മളുടെ മത്തി കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ഹരിയേട്ടനോട് പറഞ്ഞപ്പോൾ ഹരിയേട്ടൻ പറയും, നിനക്ക് എന്താ വട്ടാണോ എന്ന്. സത്യം കേട്ടോ, എന്തോ മത്തി കണ്ടപ്പോൾ ഒരു സന്തോഷം. അതിൻ്റെ അടുത്ത് തന്നെ നല്ല സ്രാവ് ഉണ്ടായിരുന്നു. പിന്നെ വലിയ ലോബ്സ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് എൻ്റെ ഫേവറേറ്റ് ഞണ്ട് എവിടെ കണ്ടാലും ഞങ്ങൾ മേടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞണ്ടൊക്കെ നല്ല സുന്ദരമായിട്ട് അടുക്കി വെച്ചേക്കാണ്. പേരറിയില്ലാത്ത മീനുകളാണ് കൂടുതൽ, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിട്ടോ. മീനുകളുടെ കാഴ്ച കണ്ടിട്ട് ബോറടിക്കുണ്ടാവില്ലേ, പക്ഷെ അവിടെ ചെന്നാലേ ഒട്ടും ബോറടിയില്ല കേട്ടോ. മാത്രമല്ല സമയം പോകുന്നത് അറിയില്ല. നല്ല ചൂരമീനൊക്കെ ഇരിക്കുന്നുണ്ടോ. 2017 ഈ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. ഏകദേശം 500 മുകളിലെ ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഓരോ ഷോപ്പിനും പേരുമുണ്ട്, അതുപോലെ തന്നെ നമ്പറും ഉണ്ട്. നമ്മൾക്ക് എവിടെ നിന്നാണ് മേടിക്കണമെന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. മാത്രമല്ല അതൊക്കെ ക്ലീൻ ചെയ്ത് തരാനും സ്പെഷ്യലായിട്ടുള്ള സ്ഥലമുണ്ട്. മീൻ കഴിക്കേണ്ട കൊതിയൊക്കെ മാറി. മീൻ മേടിക്കാൻ പോവാണ്. നമ്മൾ എയർപോർട്ടിൽ കൂടെ പോകുമ്പോൾ ഇവിടെ വരെ വന്നിട്ടേ നമ്മൾ വെറും കേട് തിരിച്ചു പോകണം ശരിയല്ലോ. അതും ഇത്രയും മീൻ കൊതിച്ചായിട്ടുള്ള ഞാൻ എന്നാൽ പിന്നെ വിചാരിച്ചു ഞണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന്. അത്യാവശ്യം വലിയ ഞണ്ടുമാണ്. വില ചോദിച്ചപ്പോൾ നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഞണ്ടാട്ടോ ആദ്യം തന്നെ മേടിച്ചത്. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മൾ കുറച്ച് മലയാളി ചേട്ടന്മാരെ പരിചയപ്പെട്ടത്. നൂർ ബഷീർ എന്നൊക്കെയാണ് അവരുടെ പേര്. കുറച്ച് നേരം വർത്താനം പറഞ്ഞു നിന്നപ്പോൾ അവരുടെ കടയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതിയിട്ടോ. പേരറിയില്ലാത്ത എന്നാൽ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് മേടിച്ചത്. കാരണം ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ കടയിൽ നിന്നും 2 കിലോ മീൻ മേടിച്ചിട്ട് നമ്മൾ അവരോടൊക്കെ ഭയം പറഞ്ഞതേ പോവാണ്. പിന്നെ നമ്മളുടെ മീനൊക്കെ മേടിക്കൽ കഴിഞ്ഞു. ഇതല്ലാണ്ട് നമ്മൾ കുറച്ച് വേറെ മീനും കൂടെ മേടിച്ചു. ഇതിൻ്റെ ഒന്നും പേരറിയില്ല എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം. നമ്മൾ മീനൊക്കെ മേടിച്ചു വിട്ടപ്പോഴാണ് ആശിക്കുട്ടിന് കുറച്ച് പ്രോൺസും കൂടെ മേടിക്കാമെന്ന് കരുതി. ഇപ്പോൾ ഹരിയായിട്ട് അതും കൂടെ മേടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞങ്ങളിത് ആമക്കുട്ടനെയൊക്കെ നോക്കി നിൽക്കാം കേട്ടോ. ഒരു ഭാഗത്ത് അലങ്കാര മത്സ്യങ്ങൾ വിൽക്കാൻ വെച്ചിട്ട് അവിടെയുള്ളതാണ്. ആശിക്കുട്ടൻ പേടിയില്ലാണ്ട് ആമക്കുട്ടനെയൊക്കെ കയ്യിലെടുത്ത് നിൽക്കുമ്പോൾ എനിക്കും തോന്നി കേട്ടോ, അനുസരണയുള്ളൊരു ആമക്കുട്ടൻ ഞാനും എടുത്തു കേട്ടോ. അപ്പോഴേക്ക് ഹരിയേട്ടൻ വന്നു. പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് കരുതി ഒരു അക്വേറിയത്തിൽ ഒരുപാട് ഞണ്ട്
ഞണ്ടുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. വിൽക്കാൻ തന്നെ വെച്ചതായിരിക്കണം. ഞണ്ടുകളുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ലോബ്സ്റ്ററും, അങ്ങനെ വലിയ വലിയ മീനുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടായത്. കുഞ്ഞു കുഞ്ഞു ചെമ്മീനാട്ടോ ഇത്. നമ്മുടെ തോട്ടിലൊക്കെ ഉണ്ടാവണ ഒരു നാടൻ ചെമ്മീൻ പോലെയില്ല അത് കാണാൻ. പിന്നെ നമ്മളുടെ ലോബ്സ്റ്റർ തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. എന്തായാലും മീൻ കണ്ട കാഴ്ചകൾ മനോഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറി ഫ്രൂട്ട്സ് ഭാഗത്തേക്ക് അങ്ങനെ പോയില്ല കേട്ടോ. ഇനി പോകുമ്പോൾ അവിടെ പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ മീനിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റാണ്. അപ്പോൾ ഒരു പോർട്ടാണിത്, ഹംറിയ പോർട്ട്. ഇതാണ് ഈ ഒരു പോർട്ടിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. വൈകുന്നേരം ആയതുകൊണ്ട് നിറയെ ആളുകളുണ്ടായിരുന്നു. മാത്രമല്ല സൺഡേ അല്ലേ, അപ്പോൾ നമ്മൾ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇതിവിടെ വിൻ്റർ ആയതുകൊണ്ട് നിറയെ പൂക്കളുണ്ട്. നമ്മൾ അന്ന് അൽമംസാർ ബീച്ചിൽ പോയപ്പോൾ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണത്. നിറയെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ ആ പൂക്കളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴേക്കും സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഒരു ഭാഗത്ത് നമ്മൾ മേടിച്ച ഫിഷൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്ത് തരും കേട്ടോ. ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല, കാരണം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്, അതിൻ്റെ കൂടെ നമ്മൾ വീഡിയോ എടുത്താൽ ശരിയല്ലല്ലോ, അവരൊക്കെ ഫുഡ് കഴിക്കില്ല എന്ന് കരുതി ആ ഭാഗത്തേക്കും പോയില്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ യാത്ര ഏകദേശം അവസാനിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ മീനൊക്കെ മേടിച്ചു. നല്ല തണുപ്പുള്ള കാറ്റ് അല്ലേ. എൻ്റെ മുഖത്തൊരു പാട് ഈ തണുപ്പ് വന്നപ്പോൾ വന്നത് അതുകൊണ്ടോ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മീൻ മേടിക്കാൻ വരുന്നത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷെ കൈ നിറയെ മീനുമായിട്ടാണ്. അതെ, ചാകരയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാകരയാണ്. പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാരണം നമ്മൾ 3 പേരുള്ളതുകൊണ്ട് ഞങ്ങൾ അധികം അങ്ങനെ മീനും ഒന്നും മേടിച്ച് അങ്ങനെ വെക്കാറില്ല കേട്ടോ. അപ്പോൾ മേടിച്ച്, പക്ഷെ ഇവിടെ വന്നപ്പോൾ വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളെ സംബന്ധിച്ച് കുറച്ച് അധികം മീൻ മേടിച്ചു. എന്തൊക്കെ മീനാ മേടിച്ചതെന്ന് ചെന്നിട്ട് കാണാം. അതെ അതെ. പിന്നെന്താ, ഈവനിങ് ആയപ്പോൾ ഇവിടെ നല്ല രസം, സൂര്യനൊക്കെ അസ്തമിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു പ്രത്യേക ഒരു എന്താ പറയുക, എനിക്ക് മിക്ക വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് എനിക്ക് അസ്തമയം കഴിഞ്ഞുള്ള സമയം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈം നല്ല രസമുണ്ട് കേട്ടോ. പുറകിൽ നോക്കിക്കേ, ഒരു നീല കളർ കേട്ടോ. കോവളത്തിന്റെ ഒരു ഫീൽ. അതെ അതെ അതെ. ലൈറ്റ് കണ്ടോ, പുറകിൽ കണ്ടോ, റിസോർട്ട്സുകളൊക്കെ ഓണായി. പുറകിൽ ഇതാണ് ഞങ്ങളുടെ സൈഡിൽ വന്നിട്ടാണ്. സത്യം പറഞ്ഞത് കടലിന്റെ ഒരു ഭാഗമാണോ അത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. കായലാണോ സീപോർട്ട് അല്ലേ ഇത്, ഹംറിയ പോർട്ടാണെന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ അടുത്താണ് മുൻസാറൊക്കെ വരുന്നത്. സോ ഹംറിയ പോർട്ടാണ് ഇത്. അപ്പോൾ ഇവിടുന്ന് നമ്മളുടെ അങ്ങോട്ടേക്ക് ബസ്സുണ്ട്, ADCB. എന്തായാലും നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ച് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക്. യെസ്, ബാക്ക് ടു കരാമ. അങ്ങനെ നമ്മൾ റൂമിലെത്തി മേടിച്ച മീനൊക്കെ ഒന്ന് അടുക്കി വെക്കുവാണേ. ഈ മീനിൻ്റെ പേരറിയില്ല കേട്ടോ, ഇതിനു മുമ്പ് കഴിച്ചിട്ടുമില്ല. പിന്നെ നമ്മൾ ഞണ്ടും ചെമ്മീനും പിന്നെ അടിയിലിരിക്കണുണ്ടോ ഒരു നീളമീൻ, ഇതൊക്കെ ആട്ടോ മേടിച്ചത്. അവിടെ വന്ന ആളുകളെല്ലാവരും 1 മാസത്തേക്കുള്ള മീനാണെന്ന് തോന്നുന്നു മേടിക്കണേ. കാരണം എല്ലാവരുടെയും കയ്യിൽ നിറയെ കവറുകളുണ്ടായിരുന്നു, നല്ല വിലക്കുറവുണ്ടായല്ലോ. എനിക്കെന്തായാലും ഈ മീനുകളൊക്കെ ഫ്രിഡ്ജിൽ അടക്കി വെക്കണം എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ മീൻ വേട്ട? ഞങ്ങൾ എന്തായാലും നല്ല എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ വെട്ട ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.